കിം ജോങ് ഉണ്ണ് ബോറടിക്കുമ്പോൾ വെറുതെ ഒരു 2 ബോംബ് പൊട്ടിക്കാൻ വേണ്ടി എടുത്തു കളിക്കുന്ന കളി ഫോൾഔട്ട് 4ലേക്ക് സ്വാഗതം. യൂട്ടോപ്യൻ അമേരിക്കയുടെ ഒരു കുഞ്ഞു ഗ്രാമം. അവിടെയാണ് ഞാൻ ഹബീബ് ലാൻഡ് താമസം. കൂടെ എന്നെക്കാൾ മടിപിടിച്ച് വീട്ടിലിരിക്കുന്ന ഭാര്യ, ഒരു മിനി ഹബീബ്, പിന്നെ ഒരു ബ്രിട്ടീഷുകാരൻ റോബോ. അങ്ങനെ ഒരു ദിവസം രാവിലെ, Good morning. You can't begin to know how happy I am to finally speak with you. I've been trying for days. It's a matter of utmost urgency. ഒരു ആറ്റം ബോംബ് ഇട്ട പോയി വിളിക്കാൻ വേണ്ടി വോൾട്ടാണ്. നാപ്ടോൾ സെയിൽസ്മാൻമാരെക്കാളും അടിപൊളിയായി സെയിൽസ് പിച്ച് ചെയ്തപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. മൂപ്പര് അറിഞ്ഞു തന്നെ വന്നതാണ്. ഒരു 5 മിനിറ്റിൽ തന്നെ ടി വിയിൽ വാർത്ത വന്നു. Flashes, blinding flashes, sounds of explosions. That's confirmed reports. I repeat, confirmed reports of nuclear detonations in New York. പിതാപരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ? പിതാപരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. കേട്ട മതി കേൾക്കാതെ മതി. കുട്ടിയെ കൂടെ എടുക്കാതെ ഞാൻ ഓടി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വെയിറ്റ്, ഈ ചേച്ചി എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? വോൾട്ടിനുള്ളിൽ എത്തിയപ്പോൾ തന്നെ അവന്മാർ എന്നെയും ഫാമിലിയും പിടിച്ച് ഫ്രീസറിൽ കൊണ്ടിട്ടു. പോത്ത് പോലെ ഉറങ്ങുന്ന ഞാൻ ഇടയ്ക്കൊരു ശബ്ദം കേട്ടാണ് എണീച്ചത്. അങ്ങനെ അവസാനം ഞാൻ ഉണർന്നു. മുന്നിൽ കണ്ട വഴിയിലൂടെ ഒറ്റ ഓട്ടം. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. നാടൻ കുസ്തിയായിട്ട് നടന്നിരുന്ന ഞാൻ സർവ്വ ബോക്സിംഗ് ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് കുറെ ചന്നം പിന്നെ അടിച്ചിട്ട് ചൂടാലാണ്. ഹൈഡ്രേറ്റ് ആയിരിക്കണം എല്ലാവരും. വെള്ളം കുടിച്ച് പവർ വന്നപ്പോൾ കണ്ണി കണ്ട അനങ്ങുന്ന എല്ലാത്തരം GTA ട്രവർ പോലെ അടിച്ചിട്ടുണ്ട്. ഒരു 10-20 ഊറെ കൊന്നപ്പോൾ നിലത്ത് നിന്നൊരു വാച്ച് കിട്ടി. ഇതിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത സാധനമില്ല. അതിപുരാതനമായ കാലത്തിൻ്റെ ഓർമ്മച്ചിപ്പിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഉപകരണം മാത്രമല്ല ഈ വാച്ച്. The Bluetooth device is ready to pair. എവിടെയൊക്കെ തൂങ്ങി പിടിച്ച് അവസാനം ഞാൻ വോൾട്ടിന് പുറത്തേക്ക് ഇറങ്ങി. ഒരു 5-6 ഫ്ലാഷ് ബാക്ക് കണ്ണിട്ടടിച്ച പോലെയായിരുന്നു വിളിച്ചത്. ഒരു 2 സെക്കൻഡ് കണ്ണടച്ച് തന്നെ ഇരിക്കണമായിരുന്നു. കയ്യിൽ ചെയ്യുന്ന വാച്ചിനുള്ളിൽ നിന്ന് ഞാൻ 2-3 ഡ്രസ്സ് എടുത്തിട്ടു. കാണാൻ കൊള്ളാത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡ്രസ്സ് മാറ്റി ഞാൻ വീട്ടിലേക്ക് ഓടി. റോബോട്ട് പറഞ്ഞ വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ നിന്ന് ഒരു പട്ടിയെ കിട്ടി. വെടിക്കം പുകയ്ക്കിടയിൽ അവിടെ കണ്ട 2-3 സാധനം പൊക്കാനും മേടിച്ചില്ല. ഫോക്കസ് ഓൾവേസ് ഓൺ ദ ടാർഗറ്റ്. ഇവിടെ ശരിക്കും എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടി ഒരാളെ സമീപിച്ചു. മൂപ്പര് പറഞ്ഞു റേഡിയസ് ആണ്. അപ്പം അവരെങ്ങനെ ഓടിപ്പിക്കാം? മൂപ്പര് ഒരു ഐഡിയ പറഞ്ഞു. There's a crashed vertibird up on the roof. Old school, pre-war. You might have seen it. Well, looks like one of its passengers left behind a seriously sweet goodie. We're talking a full suit of Cherry T-45 power armor, protection with an added bonus. Get the suit. You can rip the minigun right off the vertibird. അണ്ണം പറഞ്ഞത് കേട്ട് പവർ ഫ്രൂട്ടിലേക്ക് ഓടിച്ചാടി കയറിയതാ. ഇനിയിപ്പം നാളെ പോയി ടെറ്റനസിൻ്റെ സൂചി വെക്കണമല്ലോ. അയൺമാൻ സ്റ്റോം ട്രൂപ്പറിനുണ്ടായ കുഞ്ഞാണ് തോന്നുന്നത് ഈ സാധനം. തൊട്ടടുത്ത് തന്നെ ഒരു മെഷീൻ ഗണ്ണും കിടപ്പുണ്ട്. അടുത്തിറങ്ങിയ തമിഴ് പടത്തിലെ ക്ലൈമാക്സ് പോലെ മാസ്സായിട്ടൊന്ന് ചാടി ഇറങ്ങിയതാണ്. ഇതിനിടയിൽ ആരും വിളിക്കാതെ എന്തിനോ വേണ്ടി എവിടുന്നോ ഒരാൾ കയറി വന്നു.
പക്ഷേ എല്ലാവരും ഞാൻ ഒറ്റ അടിക്കാനെ കൊന്നിരിക്കും. Guys gonna be okay now? Yeah, for a while anyway. We can at least move someplace safer. ശത്രുക്കളെ ഓടിപ്പിച്ചപ്പോൾ അവന്മാർ വന്ന് വളരെ സൂപ്പിടൽ. One thing you should know about us, എന്തായാലും പോട്ടെ, അവന്മാരെയും കൂടെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. the other Minutemen. സൂട്ട് എടുത്ത് ഞാനും നടന്നു കൂടെ വീട്ടിലേക്ക്. എന്തായാലും സൂട്ടുണ്ടല്ലോ, അടുത്തുള്ള എല്ലാത്തിനും കൊന്നിട്ട് വരാൻ തന്നെ വിചാരിച്ചു. പണ്ടിട്ട കുപ്പായിട്ട് ഞാൻ വീണ്ടും നാട് കാണാറില്ല. ചെറുപ്പത്തിൽ കിട്ടാത്തതിൻ്റെ സങ്കടം മുഴുവൻ ഞാൻ തീർക്കാമെന്ന് വിചാരിച്ചു. കണ്ണി കണ്ട എല്ലാ നായകളെയും പട്ടികളെ ഞാൻ കൂടുന്നുണ്ട്. നല്ല ഉപകാരമാണ് ഈ ഒറ്റ. ഇതിനിടയിലാണ് കയ്യിൽ നിന്ന് പൈസ വാങ്ങി മുങ്ങിയവൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. തിരിച്ച് പൈസ ചോദിക്കാനായിട്ടൊന്ന് പോയതാ. അവൻ തരത്തില്ല. നിന്നോ ഇപ്പോൾ തന്നെ അവനെ കത്തിച്ചു. അപ്പോഴാണ് കണ്ടത് കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ട്. അവനെ കൊന്ന് അവൻ്റെ പവർ സൂട്ടും കൂടെ എടുത്തിട്ട് ഞാൻ വീണ്ടും നടത്തും തുടങ്ങി. എവിടെ എത്തുന്നു കാണാമല്ലോ.